ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാനാണ് ഹോസ്പിറ്റൽ ക്യാന്റീൻ ഉള്ളത്. പറ്റുന്നില്ലെങ്കിൽ പുറത്തിറങ്ങി ഹോട്ടലിൽ നിന്ന് കഴിക്കണം. കാശ് കൊടുത്താൽ ഇവിടെ നിന്നൊക്കെ വയറ് നിറച്ച ആഹാരം കിട്ടും. അല്ലാതെ ഒരുമാതിരി കൊടിയും കുത്തി പൊതിയും കെട്ടി വരുന്നവരെ നോക്കിയിരിക്കേണ്ട ആവശ്യം എന്താണ്? പണ്ടൊക്കെ നമ്മളൊരു പനി വന്ന് 5 ദിവസം ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 കുടുംബക്കാരുണ്ടെങ്കിലും 3 നേരം അവർ ആഹാരം കൊണ്ടുവരും. രോഗിക്കും ബൈസ്റ്റാൻഡറും. എന്നിട്ട് അവർ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കും. ഇന്നൊക്കെ ആൾക്കാർക്ക് ചാവാൻ കിടക്കുന്ന അവസാനമായിട്ടൊന്ന് കാണാൻ വരാൻ പറഞ്ഞാൽ പോലും നേരവും ഇല്ല ഒരു 100 രൂപ കയ്യിൽ വെച്ച് കൊടുക്കാൻ താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അന്നുള്ള വരുമാനം കൊണ്ട് എങ്ങനെയും ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു രോഗം വന്ന ആശുപത്രിയിലാവുമ്പോഴാണ് കഷ്ടം. റേഷൻ കാർഡിന്റെ കളർ കാണിച്ചു കഴിഞ്ഞാൽ 10 20 രൂപയൊക്കെ ടെസ്റ്റുകൾക്ക് ഇളവ് കിട്ടും. എന്നിട്ടും 100 120 രൂപയോ എക്സ്റേക്കും ഇസിജിക്കും കൊടുക്കാൻ തികയ്ക്കാൻ പറ്റാണ്ട് 10 രൂപയുടെ നോട്ട് എണ്ണി തിട്ടപ്പെടുത്തി ബില്ലടയ്ക്കാൻ നട്ടം തിരിഞ്ഞ് ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വെറുതെ കിട്ടുന്ന ചോറിനകത്ത് കൈയിട്ട് വാരിയിട്ട് വേണോ നമ്മുടെ വികസനം? പ്രൈവറ്റ് ആശുപത്രികളിൽ 10,000 20,000 രൂപ കൊടുത്ത് ഒരു ദിവസം ചികിത്സ നേടുന്ന ആളുകളുടെ ഇടയിൽ 10 ദിവസം പനി പിടിച്ച് കിടന്നാൽ മൊത്തം ചെലവ് 2,000 രൂപയാകുമെങ്കിൽ ആകെയുള്ളൊരു സ്വർണ്ണം കൂടെ പണയം വെക്കേണ്ടി വരുമല്ലോ ബില്ലടയ്ക്കാനെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന പാവങ്ങൾക്ക് ഒരു നേരം കിട്ടുന്ന ഒരു പിടി ചോറിനോടാണോ നിങ്ങൾക്ക് ഇത്ര അമർഷം? ഇനി ഇത്തരം സ്നേഹവും സേവനവും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കൊടിയും വടിയൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരു ചുവപ്പ് കൊടി കുത്തുമ്പോൾ 9 പേർക്ക് ചോറ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അഭിമാനിക്കുക, അംഗീകരിക്കുക. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു കൊടി കുത്തുക, എന്നിട്ട് നമ്മൾ 10 പേർക്ക് ചോറ് കൊടുക്കുക. അതാണ് ഹീറോയിസം. അല്ലാതെ ഇതൊരുമാതിരി പട്ടി പുല്ല് തിന്നത്തൂല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തൂല്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ജാതി മതം രാഷ്ട്രീയം പോലുള്ള എല്ലാ സംഘടനകളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ്. വസ്ത്രം, താമസം, ഭക്ഷണം ഇതൊക്കെ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഇത്തരം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ സൗജന്യത്തിനായിട്ട് കൈ നീട്ടണം എന്നുണ്ടെങ്കിൽ അവന്റെ ഗതികേടെന്നൊരു വശം കൂടെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും വേണം. ഈ ചോറൊക്കെ തട്ടിപ്പറിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഗതികേടിനെ കൂടെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നതെന്ന് ഓർക്കണം. പിന്നെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രം ചികിത്സിക്കാൻ വേണ്ടിയിരിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യമുള്ള ആൾക്കാർക്കൊന്നും ഒരു നേരത്തെ പൊതിച്ചോറിന്റെ കഥയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നൊന്നുമില്ല. പാർട്ടി ഏതും ആയിക്കൊള്ളട്ടെ, ഒരു നേരത്തെ ആഹാരമല്ലേ, മനസ്സറിഞ്ഞ് കൊടുക്കുന്നവൻ കൊടുത്തോട്ടെ, മനസ്സ് നിറഞ്ഞു കഴിക്കുന്നവൻ കഴിച്ചോട്ടെ. ഇവിടെ വിശപ്പാണ് വിഷയം, പിന്നെ കൊടി കുത്തുന്നത് അത് ആരെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. അയ്യോ ഇതൊന്നും അല്ല, ശരിക്കും ആത്മാർത്ഥമായിട്ട് വികസനം തന്നെ ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, ചെട്ടിക്കാട് ആശുപത്രി. അവിടെ വെയിറ്റ് നോക്കുന്ന മെഷീനുണ്ട്. ആ തകരപ്പെട്ടിയുടെ പുറത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ സെപ്റ്റിക്കിനുള്ള ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. കേരളത്തിൽ എന്തോരോ ആശുപത്രികളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ എല്ലാ ആശുപത്രികളിലും ആരോഗ്യ മേഖലയിലും വരുത്താനുണ്ട്. ഓരോ സാധാരണക്കാരനും മനസ്സറിഞ്ഞ് വോട്ട് ചെയ്തപ്പോൾ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് നന്മ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ചെയ്യുക. അല്ലാതെ ഒരുമാതിരി പൊതിച്ചോറ് തട്ടിപ്പറിക്കാൻ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം.